എല്ലാവരും ഒരുമിച്ച് കൂടി എല്ലാവരും ഇല്ല അതിന്റെ ഒരു അന്ന് അക്കാലത്ത് ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ പറ്റാത്ത ജീർണിച്ച് കിടന്ന് ആ ക്ഷേത്രത്തിലേക്ക് വരാൻ വളരെ പ്രയാസപ്പെട്ടിരുന്ന കൂട്ടര്. അതെ അതെ, കുറച്ച് പ്രയാസം കൂട്ടി. ഇങ്ങനെ ഏതായാലും വെട്ടിത്തെളിയിച്ച് ചരിത്രങ്ങളാണ് പറയണത്. അതെ അതെ, എന്താ വെച്ചാല് നമ്മളെ പൂർവികമാരുള്ള ചരിത്രമാണ്. എന്താ വെച്ചാല് അത്രയും കാലം പഴക്കമുള്ള ഒരു ഇത് കൂടിയാണ്. തിരുമേനിക്ക് നമസ്കാരമുണ്ട്. തിരുമേനിക്ക് പറഞ്ഞോളെ, നിങ്ങൾക്ക് എന്താ അഭിപ്രായം പറയാം? 8 കൊല്ലായിട്ട് തിരുമേനി ഇവിടെ ശിവക്ഷേത്രം അല്ല, അല്ല വിഷ്ണു ക്ഷേത്രം, സോറി വിഷ്ണു ക്ഷേത്രമാണ്, മഹാവിഷ്ണു ക്ഷേത്രം അല്ലെ? പടിഞ്ഞാട്ട് കിഴക്കോട്ടല്ലേ? ഈ ഭാഗത്ത് പിന്നെ വിഷ്ണുവിന്റെ ഇടതുഭാഗത്താണ് ഗണപതി ആയിട്ട് വരുന്നത്. അപ്പൊ അതിനെ ഒക്കത്ത് ഗണപതി എന്നാ പറയാ. ശരി, പ്രത്യേകത. പിന്നെ അതേപോലെ തന്നെ ശാസ്താവ്, വേട്ടക്കരൻ, വേട്ടക്കൊരു മകൻ, ഭഗവതി, ഗോശാലകൃഷ്ണൻ തിരുമേനിയാണ് ഇവിടുത്തെ തിരുമേനിയാണ്. ഇത്രയും ഉപദേവതകളും ശാസ്താവ് പറഞ്ഞു. ശാസ്താവ് ഒക്കെ പിന്നെ ആദ്യം എവിടെയാണ്? ഇല്ല, ശാസ്താവ് ഉണ്ടായിരുന്നില്ല ഇവിടെ, പുതുതായിട്ട് വന്നു. ശാസ്താവ് പിന്നെ പ്രതിഷ്ഠിച്ചു വന്നതാണ്. അതുപോലെ തന്നെ ഭഗവതിയും പ്രതിഷ്ഠിച്ചു വന്നതാണ്. ഇവിടെ ഉണ്ടായിരുന്ന വിഷ്ണു, വേട്ടക്കരൻ, വേട്ടക്കൊരു മകൻ, ഗോശാലകൃഷ്ണൻ, ഇത് ആദ്യം ഉണ്ടായിരുന്നതാണ്. ഈ ഭഗവതി ഒരു ക്ഷേത്രേ അവിടെ ഒരു പൊളിഞ്ഞ നാമാശാഷ ഭഗവതി ക്ഷേത്രം, മങ്ങാട്ടമ്പലം അല്ലെ? അവിടത്തുള്ള ഭഗവതിയാണ് ഇത്. അത് ഇവിടുത്തെ അല്ല, അവിടുന്ന് ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച. അതൊക്കെ ഓരോരോ ഊരാളന്മാരുടെ അവകാശപ്പെട്ട് അവര് സ്ഥാപിച്ചായിരുന്നു. അങ്ങനെ ഈ വേട്ടക്കരനും തന്നെ ഒരു ഊരാളന്റെ മൂത്തേടത്ത് മരിക്കൽ വേട്ടക്കരൻ പറയുന്നത് കേട്ടതാണ്.